കമ്പനി ബോർഡ് LGS പരീക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ആനുകാലികത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് 2025 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ, ആനുകാലിക സംഭവങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് PSC ബുള്ളറ്റിനെ തന്നെയാണ്. കാരണം പരീക്ഷ നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, PSC ബുള്ളറ്റിനിൽ കണ്ടൻറ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാവാം ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതൽ വരുന്നത്. കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ 2025 വർഷത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ മാസത്തെ കണ്ടൻ്റായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഓരോ പ്ലേലിസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ കറണ്ട് അഫെയറിനൊരു ബുക്ക് കീപ്പ് ചെയ്യണം. ഒരു തവണ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബ്രെയിനിൽ ഒന്ന് ടച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് കണ്ടുകൊണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ കാഴ്ചയെ ഒന്ന് ടച്ച് ചെയ്യും. അതൊരു ബുക്കിൽ എഴുതുമ്പോൾ വീണ്ടും അത് ബ്രെയിനിനെ ഒന്നുകൂടി ടച്ച് ചെയ്യും. പിന്നീട് ഓപ്ഷൻ കാണുമ്പോൾ നമ്മുടെ പേനയുടെ തുമ്പിൽ ശരി ഉത്തരം ഉറപ്പായിട്ടും വരും. അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര. അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ്. പുരുഷ ക്രിക്കറ്റിൽ നോക്കിയാലും വനിതാ ക്രിക്കറ്റിൽ നോക്കിയാലും ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഒരു കാര്യം, ആനുകാലികത്തിൽ കായികം, സിനിമ, സാഹിത്യം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കുറച്ച് പ്രസക്തി കൂടുതലുണ്ട്. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസിൻ്റെ ജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. ഇതേ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. പുരുഷന്മാരുടെ ആകട്ടെ 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസായിരുന്നു ഉയർന്ന സ്കോർ. ഇപ്പോൾ അതിനെയെല്ലാം തകിടം മറിച്ചിട്ടാണ് 435 റൺസ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറായി മാറി. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കി ബ്രിട്ടൻ. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക്യോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇംപീച്ച്മെൻറ്റ് നേടുന്ന അല്ലെങ്കിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ പ്രസിഡൻ്റാണ് ഈ പറഞ്ഞ യുൻ സുക്യോൾ. INS സൂററ്റ്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാക്ഷിറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ പുറത്തിറങ്ങി. ഇന്ത്യയുടെ ടാങ്വേദ ഗൈഡസ് മിസൈൽ നാഗ് മാർക്ക് 2ൻ്റെ പരീക്ഷണം വിജയം. നവാഫ് സലാമിനെ ലബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൺ നാമനിർദ്ദേശം ചെയ്തു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT, ദുവ്വൂർ നാഗേശ്വര റെഡ്ഡി, ജഗദീഷ് സിംഗ് കേഹർ, കുമുദിനി രജനികാന്ത്, ലഖിയ, ഒസാമു സുസുക്കി, ശാരദാ സിൻഹ, എൽ സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. പത്മ പുരസ്കാരങ്ങളാണ്. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നിവർ ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ. അപ്പോൾ പത്മവിഭൂഷണിലാണ് MT ഉൾപ്പെട്ടിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ശോഭന, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ PR ശ്രീജേഷ്, തമിഴ് നടൻ അജിത് ഇവരൊക്കെ പത്മഭൂഷണാണ് നേടിയിരിക്കുന്നത്. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. 2025 പത്മഭൂഷൺ,
പത്മവിഭൂഷൺ, പത്മശ്രീ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. പ്രേം നസീർ പുരസ്കാരം നടി ഷീലയ്ക്ക്. 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലഞ്ച് അന്തരിച്ചു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതികവിദ്യ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. R1 എന്ന ചിലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ ഡീപ് സീക്ക്. പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായിട്ട് D ഗുകേഷ്. ഇത് വീണ്ടും വീണ്ടും മാറി മറിഞ്ഞു വരുന്ന സംഭവമാണ്. കൊലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. ഇതിനായിട്ട് 14,505 പന്തുകളാണ് ഉപയോഗിച്ചത്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസ്. ശ്രദ്ധിക്കണം, ഇത് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസ്. ഫൈനലിൽ ബലറൂസിൻ്റെ ആര്യാന സബലേങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. അപ്പോൾ ആദ്യ സ്ഥാനങ്ങൾ US, റഷ്യ, ചൈന. ഇപ്പോൾ 4ാം സ്ഥാനം ഇന്ത്യ. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25-ാം തീയതി രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന V ഗീതയെ നിയമിച്ചു. ശ്രദ്ധിക്കണം, നല്ല ചോദ്യം. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശു ഹൃദയം മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയോക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്ത ഇന്ത്യക്കാരനായ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. നല്ല ചോദ്യമാണ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് പരാജയപ്പെടുത്തിയത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് വിജയകരമായ 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ദറാഡൂണിൽ തുടങ്ങി. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലങ്കാനക്കാരിയായ G തൃഷ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരം. അടുത്ത ഫെബ്രുവരി 15-ന് വന്ന PSC ബുള്ളറ്റിനും കൂടെ നോക്കാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. സുനിത വില്യംസ് ഇത്തവണ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യം കാണും. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്.
നേരത്തെയുള്ള റെക്കോർഡ് മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിറ്റ്സണിൻ്റെ 60 മണിക്കൂറും 21 മിനിറ്റുമാണ്. മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം റൊമാനിയയുടെ സിമോണ ഹാലപ്പ് ടെന്നീസിൽ നിന്ന് വിരമിച്ചു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റ്: ടെസ്റ്റ്, ഏകദിനം, T20. അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണെ. ബ്രസീൽ ഫുട്ബോൾ താരം മാഴ്സലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണയത്തിനുള്ള NVS-2 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന്. ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ കരസ്ഥമാക്കി. 25,555 രൂപയാണ് പുരസ്കാരം. ഗ്രാമി പുരസ്കാരം 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. മൈക്കിൾ മാർട്ടിൻ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദിമുത് കരുണരത്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്ക്. സാധ്യതയുണ്ട് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇപ്പം നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദ് ത്രിഭുവൻ സഹകാരി സർവകലാശാല അങ്ങനെയായിരിക്കും പേര്. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി നേപ്പാൾ. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായി WHO പ്രഖ്യാപിച്ചു. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച് ജമ്മു കാശ്മീർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതി ഒപ്പം പദ്ധതി ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ B രവി പിള്ളയുടെ ആത്മകഥ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാവുന്നു. K രാമമൂർത്തി പുരസ്കാരം K മുരളീധരന്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്. 2019-25 കാലയളവിൽ 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറ കരസ്ഥമാക്കി. മികച്ച വനിതാ താരം ന്യൂസിലൻഡിൻ്റെ അമേലിയ കെർ. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യ ICCI ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം നേടി സച്ചിൻ ടെണ്ടുൽക്കർ. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 135 റൺസ് നേടി റെക്കോർഡിട്ട് അഭിഷേക് ശർമ്മ. ഒരിന്നിങ്സിൽ കൂടുതൽ 13 സിക്സ്. ഈ റെക്കോർഡ് സ്വന്തമാക്കാനും അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചു. ടാറ്റ സ്റ്റീൽ ചെസ് പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം.
പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ചു. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 crore 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹത നേടി. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരം സ്വറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. പുറത്തിറക്കിയ ആപ്പ് ഏതെന്ന് ചോദിക്കും. സ്വറെയിൽ. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിന്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടി. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2025 മാർച്ച് ആനുകാലികം നോക്കാം. താങ്ക് യു.